ഇന്ന് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് വീട്ടിലേക്ക് തെയ്യം വരുന്നതാണ്. നമ്മളിവിടെ തെയ്യം വീട്ടിലേക്ക് വരാറുണ്ട് കേട്ടോ. അത് ഏകദേശം ഒരു കൊല്ലം ഇടവിട്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ തെയ്യം വരുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി നമ്മൾ വിളക്കും കാര്യങ്ങളൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ. തെയ്യം വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പൂടുങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പോയിട്ടാണ് എല്ലാ വീടുകളിലേക്കും തെയ്യം വരാറും. അപ്പോൾ തെയ്യം അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ തെയ്യത്തിന് വേണ്ടതൊക്കെ തയ്യാറാക്കി വെക്കൂട്ടോ. നമ്മൾ പുറത്ത് കിണ്ടിയിൽ കുറച്ച് വെള്ളം വെക്കൂട്ടോ. തെയ്യത്തിന് കാല് കഴുകിയിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സ്റ്റൂളിൻ്റെ മുകളിലും ഒരു വെള്ളം കൊണ്ട് വിരിക്കൂട്ടോ. തെയ്യം ഇതുപോലെ വന്ന് കയറുമ്പോൾ നമ്മൾ അരി ഇട്ടിട്ടാണ് സ്വീകരിക്കാറ്. തെയ്യത്തിന് നമ്മൾ ചൂടാക്കിയ പാലാണ് കേട്ടോ കൊടുക്കാറ്. അതിഥി അല്ലേ ദൈവ ബാബ അങ്ങനെയാണല്ലോ അല്ലേ. അതിഥി വരുന്ന കാലത്ത് ശീലം കൊടുത്തിട്ട് ശീലമാണ് ചെയ്തത് അല്ലേ. കാരണം എങ്ങനെ എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന എണ്ണങ്ങളുടെ ശീലം അനുഭവിക്കട്ടോ. ഞാൻ ഇതിൻ്റെ സന്തോഷം ആഘോഷം ഉണ്ടായപ്പോൾ തന്നെ ജനക്കുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞിയുടെ വളർമ്മ കണ്ടിട്ട് മനസ്സിലാക്കി തന്നാൽ പോലെ തീർച്ചയായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ തൊഴുത് കഴിഞ്ഞപ്പാട് തെയ്യം വീട്ടിൽ നിന്ന് പോകാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ പോയില്ല കേട്ടോ. കുറച്ച് സമയം അവിടെ വീട്ടിൽ ഇരുന്നിട്ടാണ് പോയത്. തെയ്യത്തിന് മുടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ടൈം എടുത്തിട്ട് വെള്ളമൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ആണ് അങ്ങനത്തെ ഒരു അനുഭവം. വെള്ളം തെയ്യത്തിന് തണുത്ത വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഒരുപാട് ദൂരം നടന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം എന്താ തെയ്യം പോലായിട്ട് ഇനി നമ്മൾ ഒരു 2 വർഷത്തോളം കാത്തിരിക്കണം ഇതുപോലെ തെയ്യം ആദ്യം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്.